അസ്സലാമു അലൈക്കും. ഇന്നും ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായി 2 കായാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പൊന്തങ്കായ എന്നാണ് പറയുന്നത്. അതിന് മറ്റുള്ള നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കടലമാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നിറയെ കുമിച്ചെടുക്കണം കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇച്ചിരി ഏറെ തന്നെ ചേർക്കണം. ഈ നോമ്പ് സമയത്തൊക്കെ ആകുമ്പം കായപ്പൊടി കൊണ്ട് നമുക്ക് നല്ല പ്രയോജനമാണ്. കായപ്പൊടി ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പം വയറ്റിലെ ഗ്യാസിനൊക്കെ ഒരു അയവ് വരും. അതിനാണ് കായപ്പൊടി ഒരു ഇത്തിരി ഏറെ ചേർക്കാൻ പറഞ്ഞത്. ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പോൾ കായപ്പൊടിയുടെ അളവ് ഒരിച്ചിരി മുന്തി നിൽക്കണം. ആ ഒരു മണം ഇത്തിരി മുന്തി നിൽക്കണം. അതിനുശേഷം നമുക്ക് ഈ മാവെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മുളക് പൊടി, പിന്നെ കായപ്പൊടി, ഉപ്പ്, പിന്നെ കോൺഫ്ലവർ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ അളവ് മനസ്സിലാവത്തുള്ളൂ. ഒരുപാട് എടുത്തൊഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോയാലും ഒരുപാട് കട്ടിയായി പോയാലും നമുക്ക് ഈ ബാറ്റർ റെഡിയായി കിട്ടത്തില്ല. നമുക്ക് പിന്നെ ഈ കായ മുക്കിപ്പൊരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കട്ടയില്ലാതെ തന്നെ കലക്കി എടുക്കുകയും ചെയ്യാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താണ് നമ്മളിത് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പം അത് നല്ലൊരു ഇഡ്ഡലി മാവിനേക്കാളും ഒരല്പം കട്ടി വേണം. ആ രീതിയിൽ നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കായെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഒരു ഉപ്പൊക്കെ ഇട്ട് വേണം നമ്മളിത് കഴുകിയെടുക്കാൻ. അതിനുശേഷം നല്ല കട്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് അല്ലാതെ പലകയിൽ വെച്ച് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം. പക്ഷേ കട്ടി കുറച്ച് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തെടുത്ത ശേഷം വീണ്ടും ഞാനിത് ഉപ്പിട്ട വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. അന്നേരം ഇതിൻ്റെ കറ കയറി പിടിക്കാതെ കായുടെ ആ കളറ് പോവാതിരിക്കാനാണ് ഉപ്പിട്ട വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അരിഞ്ഞെടുത്ത കായെല്ലാം നമ്മൾ ഈ ഉപ്പിട്ട വെള്ളത്തിലോട്ട് മുക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് ഇതിൽ നിന്നെടുത്താണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് അവിടെ കിടക്കുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ കായൊക്കെ മുക്കി പൊരിച്ചെടുക്കത്തക്ക രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഓയിലൊക്കെ ചൂടായി നല്ലതായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. കാരണം എങ്കിൽ മാത്രമേ ഈ ഉള്ളിലുള്ള കാ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായി ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഈ കായെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഓരോന്നായിട്ടെടുത്ത് നമുക്ക് ഈ ബാറ്ററിലോട്ടൊന്ന് മുക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഈ തിളച്ച എണ്ണയിൽ തന്നെ ഇടണം. തിളച്ച എണ്ണയിലോട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കുക. അപ്പോൾ തിളച്ച എണ്ണയിൽ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഈ ബാറ്റർ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഈ ബജ്ജി പൊങ്ങി വന്ന് നല്ല ഷേപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ ബജ്ജി മാവിൻ്റെ നമ്മൾ എടുക്കുന്ന അളവുകളെല്ലാം ശരിയായിരുന്നാൽ നമുക്ക് നല്ലോണം ഈ കായ ബജ്ജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ബജ്ജിമാവിൽ തന്നെ നമുക്ക് മുളക് ബജ്ജി, മുട്ട ബജ്ജി എല്ലാം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കായെല്ലാം ആവശ്യത്തിന് ഈ എണ്ണയ്ക്കകത്തിട്ട് ഈ ബജ്ജിമാവി മുക്കിയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മുട്ട ബജ്ജിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഈ മാവിൽ തന്നെ. അപ്പം അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കായ ബജ്ജിയൊക്കെ കുറച്ച് മാത്രമേ ഞാൻ ഇപ്പം പൊരിച്ചെടുക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടയാണ്.
കായ വെള്ളത്തിലിട്ട് തന്നെ പിന്നെ ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം ഞാൻ ഒരു ദിവസം കായ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേന്ന് ഞാനും ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കായ ബജ്ജി വീണ്ടും ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ബാറ്ററും ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത്. അങ്ങനെ കായെല്ലാം അരിഞ്ഞെടുത്തൊക്കെ ആവശ്യത്തിനെടുത്ത് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റിലാണ് നമുക്ക് ഈ കായ ബജ്ജി കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റും നല്ല തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതിനേക്കാളും രുചിയായിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പ്രത്യേകത നമ്മുടെ ഈ കായ ബജ്ജിക്കുണ്ട്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവകളായാലും ഫ്രഷ് എണ്ണയായാലും അതൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഈ കായ ബജ്ജി കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കായ ബജ്ജി എല്ലാം വറുത്തെടുത്തതിന് ശേഷം ഞാനിത് ബാക്കി വന്ന ബാറ്ററിനകത്തോട്ട് മുട്ട ബജ്ജിയാണ് ചെയ്യുന്നത്. മുട്ടയെല്ലാം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ 3 വലിയ മുട്ടയും കോഴിമുട്ടയും 5 കാടമുട്ടയുമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ മുട്ടയെല്ലാം ഇതിനകത്തോട്ടിട്ട് ആ ബാറ്ററിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കി അതിനകത്തെല്ലാം പിടിക്കത്തക്ക രീതിയിലാക്കിയതിന് ശേഷം എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ബജ്ജി റെസിപ്പീസാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. കായ ബജ്ജി, മുട്ട ബജ്ജി, പിന്നെ കാടമുട്ട ബജ്ജി. അങ്ങനെ 3 സൈസ് ബജ്ജികളാണ് ഞാനിവിടെ ശരിയാക്കി വെച്ചത്. മുളകുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററിൽ തന്നെ ഇട്ട് ഉണ്ടാക്കിയെടുക്കാം. ബജ്ജി മുളകുണ്ടല്ല, അത് അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പിന്നെ കിഴങ്ങോ ഉള്ളിയോ ഒക്കെ ഈ ബാറ്ററിനകത്തിട്ട്, അപ്പോൾ എല്ലാത്തിനും ഈ രീതിയിൽ ഒരു ബാറ്റർ മാത്രം മതിയാവും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ബാക്കി എല്ലാം ഞാൻ ഇതുപോലെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ വറുത്തെടുക്കുമ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. കാരണം മുട്ട ചിലപ്പം പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ ആ പ്രശ്നം ഉണ്ടാവത്തില്ല. അങ്ങനെ മുട്ടയെല്ലാം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പലഹാരമാണ് ഈ ബജ്ജീസ് എല്ലാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ബജ്ജീസ് ഉണ്ടാക്കാം. അപ്പോൾ മുട്ടയിലൊക്കെ ആകുമ്പം കൂടുതൽ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അവർക്ക് മുട്ട ബജ്ജി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുട്ട ബജ്ജി ഉണ്ടാക്കി കൊടുത്താൽ ആ മുട്ടയുടെ ആ ഒരു പിന്നെ ബെനിഫിറ്റും കൂടെ ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം അങ്ങനെയും നമുക്ക് മുട്ട അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കടകളൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അടുപ്പിലായാലും നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാത്രം നിറച്ച് സ്നാക്സുകൾ വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ പല സ്നാക്സും ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്സുകളാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മറക്കണ്ട. പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മമാരും എല്ലാം വീടുകളിലാണ് ഇതൊക്കെ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. നമ്മളിപ്പോഴും കടകളിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നതുകൊണ്ടാണ് ഓടിപ്പോയി കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത്. പണ്ടൊന്നും കടകളും അങ്ങനെ അടുത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാക്കിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നോമ്പ് കാലത്തായാലും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് സമയം നമ്മൾ അടുക്കളയിൽ കിടന്ന് നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെല്ലാം മുടങ്ങിപ്പോവാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ഒരു പാത്രം നിറയെ സ്നാക്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ ഇതിനെടുത്തിട്ടുള്ളൂ. അപ്പോൾ നോമ്പ് കാലത്തായാലും വെക്കേഷൻ ടൈമിലായാലും വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. കായ ബജ്ജി, മുട്ട ബജ്ജി ഒക്കെ. അപ്പോൾ വളരെ മനോഹരമായ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.